അസ്സലാമു അലൈക്കും, നമസ്കാരം. നമുക്കൊന്നൊരു കൂണ് റോസ്റ്റ് ചെയ്തത് കാണിക്കാം. നമ്മൾ അടിപൊളി കൂൺ റോസ്റ്റാണ്. അതിന് എന്ത് സാധനങ്ങൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പോരാ, കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 10 അല്ലി ചുവന്നുള്ളിയും 2 അല്ലി വെള്ളുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ചതച്ചതാണത്. ഏതാണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ട് അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഇത്തിരി കുറവുണ്ട്, അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് കൊടുക്കാം, 1 ടീസ്പൂണും കൂടി. അങ്ങനെ നമ്മുടെ ഇതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒന്നും കൂടി മുരിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ നന്നാക്കി കഴുകിയെടുത്ത് വെച്ച കൂണിട്ട് കൊടുക്കാം. ഈ കൂണിൻ്റെ ഉള്ള കറുപ്പൊന്നും കളയണ്ട, ഞാനിത് വാങ്ങിച്ചതാണ്. ഇത് ഒരു ബുദ്ധിമുട്ടില്ലാത്തതാണ്. കറുപ്പ് ചിലർ കളയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനൊരു നുള്ളു 2-3 ടേബിൾ സ്പൂൺ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഇതിൽ കിടന്നൊന്ന് വറ്റി വരട്ടെ. ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കൂണിൻ്റെ റെസിപ്പിയാണ്. പണ്ട് കാലത്തൊന്നും ഇതിൽ തക്കാളി ഇടാറില്ല. ഞാനിപ്പോൾ ഇതിലൊരു തക്കാളി വട്ടത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വേഗം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി വട്ടത്തിലരിഞ്ഞ് കനം കുറച്ച് അരിഞ്ഞിട്ട് നോക്കുന്നത്. ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളിയുടെ തോടൊന്നും അരിഞ്ഞ് കിട്ടില്ല. ഇങ്ങനെ അരിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് വഴന്ന് വരും. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തക്കാളി അരിഞ്ഞിടുന്നത്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മൂടിയൊക്കെ അങ്ങനെ 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ പൊറോട്ടക്കാണ് ഇത് കൂട്ടി കഴിക്കുന്നത്. ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ ചായക്കടി ഇതായിരുന്നു, പൊറോട്ടയും കൂൺ റോസ്റ്റും. പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റുന്നൊരു വിഭവമാണ് ഇത്. അങ്ങനെ എല്ലാം വെള്ളമൊക്കെ വറ്റി ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട്, എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റുമാണ്. അങ്ങനെ നമ്മുടെ കൂൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. കൂണ് കിട്ടിയാൽ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കുക. ഞാനിതിന് കുറച്ച് വിളമ്പി കാണിച്ചു തരാം. പൊറോട്ട കൂട്ടി കഴിച്ചതാണ് ഞങ്ങൾ രാവിലത്തെ കടിയായിരുന്നു ഞങ്ങൾക്കിത് ചായക്കടി. എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും, നമസ്കാരം, ബൈ.